നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കലാശക്കൊട്ടിന് 4 ദിവസം മാത്രം ശേഷിക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിൽ. മോദി തിരുവനന്തപുരത്തും തിരുവല്ലയിലും തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. തിരുവല്ല, ആറന്മുള, ചെങ്ങന്നൂർ അടക്കമുള്ള 10 നിയമസഭാ മണ്ഡലങ്ങളിലെ പ്രവർത്തകരുടെ സംഗമം നടക്കും. തിരുവനന്തപുരത്ത് നടത്തുന്ന റോഡ് ഷോ തിരുവനന്തപുരം, നേമം മണ്ഡലങ്ങളിലൂടെ കടന്നുപോകും. വിജിൻ വായന്തോട് വിവരങ്ങൾ വായിച്ചിരുന്നു. വിജിൻ, അപ്പോൾ പാലായിൽ, കോട്ടയം ജില്ലയിലെ കുറി നരേന്ദ്രമോദിയുടെ പ്രചാരണം. അജിംസ്, നേരത്തെ പാലായിലും കോട്ടയത്തുമൊക്കെ ആയിരുന്നു തീരുമാനിച്ചതെങ്കിൽ ആദ്യം പാലായിൽ നടത്തുമെന്ന് തീരുമാനിച്ചു, പിന്നീട് അത് കോട്ടയത്തേക്ക് മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് എത്തി. പക്ഷേ അതിപ്പോൾ മാറ്റിയിരിക്കുകയാണ്. മോദിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി ആദ്യം ഇന്ന് നടക്കാൻ പോകുന്നത് അത് തിരുവല്ലയിലാണ്. ചങ്ങനാശ്ശേരി NSS കോളേജ് ഗ്രൗണ്ടിലാണ് മോദി തിരുവനന്തപുരത്ത് എത്തി. അതിനുശേഷം ഹെലികോപ്റ്ററിൽ അവിടെ വന്ന് ഇറങ്ങുകയാണ് ചെയ്യുക. അതിനുശേഷം തിരുവല്ലയിലാണ് പൊതുസമ്മേളനം നടക്കുന്നത്. വിവിധ മണ്ഡലങ്ങളിലെ കേന്ദ്രീകരിച്ചുള്ള ഒരു പൊതുസമ്മേളനമാണ് അവിടെ നടക്കുന്നത്. അതിനുശേഷമാണ് 5 മണിയോടുകൂടി തിരുവനന്തപുരത്ത് റോഡ് ഷോ നടക്കുക. തിരുവനന്തപുരത്ത് കിള്ളിപ്പാലം മുതൽ കരമന വരെയുള്ള റോഡ് ഷോയാണ്. നിയമമണ്ഡലത്തിലെ പ്രധാന ഭാഗമാണ് ഈ കിള്ളിപ്പാലം മുതൽ കരമന വരെയുള്ള പ്രദേശം എന്ന് പറയുന്നത്. അവിടെയാണ് മോദിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം, റോഡ് ഷോ അവിടെ നടക്കുക. രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്ന മണ്ഡലത്തിലേക്കാണ് നിലവിൽ മോദി എത്തുന്നത്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട BJP പ്രതീക്ഷ വെക്കുന്ന മണ്ഡലങ്ങളാണ് നേമവും, ഒപ്പം തന്നെ വട്ടിയൂർക്കാവും, കഴക്കൂട്ടം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ. ആ മണ്ഡലങ്ങളിലെ പ്രവർത്തകർ ഉൾപ്പെടെയാണ്. കോട്ടയത്തെ പ്രചാരണ പരിപാടി മാറ്റിവെക്കാൻ എന്താണ് കാരണം? അത് ഇന്നാണോ തീരുമാനിച്ചത് അങ്ങനെ വേണ്ട എന്നുള്ളത്? അത് നേരത്തെ തന്നെ ഉള്ളതാണോ? കഴിഞ്ഞ ദിവസമാണ് ആദ്യം മോദി പാലായിൽ എത്തും എന്നുള്ള തീരുമാനമാണ് അറിയിച്ചിരുന്നത്. പിന്നീടാണത് കോട്ടയത്ത് നടത്താനുള്ള തീരുമാനം, അതായത് കോട്ടയത്തെ വിവിധ മണ്ഡലങ്ങളുടെ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിപാടിയായി നടത്താനാണ് പിന്നീട് ആലോചിച്ചത്. പക്ഷേ അത് മാറ്റി പിന്നീട് പത്തനംതിട്ട ജില്ലയിലേക്ക് മാറ്റുകയാണ്. ഇത് മാറ്റിയതിന് കാരണം എന്താണ് എന്ന് BJP വിശദീകരിക്കുന്നില്ല. ഒരു കാരണം ഈ FCRAയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉൾപ്പെടെ നിലനിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉയരുന്നുണ്ട്. അക്കാര്യത്തിൽ മോദി എന്ത് മറുപടി പറയും എന്നുള്ളതായിരുന്നു കേരളം ആകാംക്ഷയോടെ കാത്തിരുന്നത്. പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗങ്ങൾ ഒക്കെ മോദിയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ ഏതെങ്കിലും ഇത് മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഭേദഗതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റമുണ്ടാകുമോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള ആകാംക്ഷ നിലനിൽക്കുന്നുണ്ടായിരുന്നു. മോദി അക്കാര്യങ്ങളിൽ എന്തെങ്കിലും സൂചന നൽകുമോ എന്നുള്ളത്. പക്ഷേ അത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ ഇന്നുണ്ടാകുമോ എന്നറിയില്ല. നേരെ ജില്ല തന്നെ മാറ്റുകയാണ്. ക്രൈസ്തവ വിഭാഗത്തിന് ഏറെ സ്വാധീനമുള്ള ജില്ലയാണ് കോട്ടയം എന്ന് പറയുന്നത്. ആ കോട്ടയം ജില്ലയിൽ എന്തായാലും മോദിയുടെ പരിപാടി ഇന്നില്ല, അത് പിന്നീട് മാറ്റുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ തിരുവല്ലയിലും ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് നേരത്തെ തീരുമാനിച്ചതാണ്. ഇതേ സ്ഥലത്ത് തന്നെ നടത്താനുള്ള തീരുമാനമാണ് നേരത്തെ കൈക്കൊണ്ടിരുന്നത്. എന്തായാലും മോദി തിരുവനന്തപുരത്തും ഒപ്പം തന്നെ തിരുവല്ലയിലും തെക്കൻ കേരളത്തിൽ പ്രചാരണം നടത്തുന്നതോടെ തെക്കൻ കേരളത്തിലെ പ്രധാനപ്പെട്ട ജില്ലകളിലെ പ്രവർത്തകരെ ആവേശത്തിലാക്കാനും ഒപ്പം തന്നെ വിജയപ്രതീക്ഷയുള്ള ഇടങ്ങളിൽ അത് കൂടുതൽ വിജയസാധ്യതകളിലേക്ക് എത്തിക്കാനും കഴിയുമെന്നുള്ളതാണ് BJP നിലവിൽ പ്രതീക്ഷിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള വാഗ്ദാനങ്ങൾ ഉണ്ടാകില്ല. നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പൊക്കെ കൊച്ചിയിൽ പ്രധാനമന്ത്രി എത്തിയിരുന്നു. അന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചായിരുന്നു മോദിയുടെ പരിപാടി. പക്ഷേ കേരളത്തിനായുള്ള പ്രഖ്യാപനങ്ങൾ ഒന്നുമില്ല. ആ സമയത്ത് മറ്റ് പ്രശ്നങ്ങളൊന്നും പ്രഖ്യാപിക്കുന്നതിന് ഉണ്ടായിരുന്നില്ല. നല്ല തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമൊന്നും നിലവിൽ വരുന്നതിന് മുമ്പായിരുന്നു ആ സന്ദർശനം എന്ന് പറയുന്നത്. ആ ഘട്ടത്തിൽ ഒരു തരത്തിലുള്ള വാഗ്ദാനങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനങ്ങളോ ഒന്നും മോദി നടത്തിയിരുന്നില്ല. ഇന്നെന്തായാലും അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഒന്നും നടത്താൻ കഴിയില്ല. പക്ഷേ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയപരമായ കടന്നാക്രമണം, അത് ശബരിമല വിഷയത്തിലായാലും മറ്റ് വിഷയങ്ങളിലായാലും ഉൾപ്പെടെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. BJP ഇത്തരത്തിൽ പ്രധാനമന്ത്രിയെ തന്നെ ഇറക്കി ഒരു പ്രചാരണം അതൊരു ആവേശത്തിലെത്തിക്കാനും കൊഴുപ്പിക്കാനും ഒക്കെ നീക്കം നടത്തുമ്പോൾ UDFും LDFും പറയുന്നത് മോദിയുടെ ഒരു തെരഞ്ഞെടുപ്പ് പരിപാടി മാത്രമായി ഒതുങ്ങും. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ LDFിനോ UDFിനോ ഏതെങ്കിലും തിരിച്ചടി ഉണ്ടാക്കുന്ന നിലയിലേക്ക് മോദിയുടെ സന്ദർശനം മാറില്ല. കാരണം അങ്ങനെയെങ്കിൽ നേരത്തെ തന്നെ കേരളത്തിനായി ഏതെങ്കിലും പ്രഖ്യാപനങ്ങളൊക്കെ മോദിക്ക് നടത്താൻ കഴിയുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത്തരത്തിലുള്ള പ്രഖ്യാപനമില്ല. കേരളത്തെ പൂർണ്ണമായും അവഗണിക്കുന്ന നിലയിലുള്ള നിലപാടാണ് മോദിയുടെയും BJPയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഒക്കെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു വിശദീകരണം, അങ്ങനെയുള്ള ഒരു വാദം ഉയർത്തിയാണ് ഇതിനെ പ്രതിരോധിക്കാൻ UDFും LDFും നിലവിൽ ശ്രമിക്കുന്നത്. അജിംസ്, ശരി, എന്തായാലും മോദിയുടെ പ്രചാരണം ഇത്തവണ കോട്ടയം ജില്ലയിലില്ല, പകരം തിരുവല്ലയിൽ, പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലാണ് അദ്ദേഹം പ്രചാരണം നടത്തുന്നത്. പാലായിൽ നേരത്തെ പ്രചാരണം നടത്തുമെന്നാണ് അദ്ദേഹം ഷെഡ്യൂൾ ഉണ്ടായിരുന്നത്. പക്ഷേ FCRA നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് ഉയർന്നിട്ടുള്ള പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിലാണോ മോദിയുടെ പ്രചാരണ പരിപാടി മാറ്റിയത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. BJP അതിനോട് ഇതുവരെയും പ്രതികരിച്ചിട്ടുമില്ല.